ഈ ഫസീബ് ഇപ്പം പോർട്ട്ഫോളിയോ ഹബിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്വഹബ് മീഡിയ എന്ന ഓൾറെഡി വർക്കിംഗ് ആയിട്ട് ഏജൻസിയോട് അസോസിയേറ്റ് ചെയ്തിട്ടാണല്ലോ പോർട്ട്ഫോളിയോ ഹബ്ബ് വർക്ക് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ഫസീബിൻ്റെ വർക്കിംഗ് പാറ്റേൺ കാര്യങ്ങളൊക്കെ? നമുക്കൊരു ഏജൻസി ആകുമ്പോൾ ഊഹിക്കാം, ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. സോ എങ്ങനെയായിരിക്കും ഫസീബിൻ്റെ ഒരു വർക്കിംഗ് കൾച്ചർ പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? ഏജൻസി ആകുമ്പോൾ പല പല ക്ലയൻസാണ് നമുക്ക് കിട്ടുക. അപ്പം അതനുസരിച്ച് നല്ലോണം വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു ദിവസം കുറേ വർക്കുകൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഗ്രാഫിക് പോസ്റ്ററാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർക്ക് കിട്ടണമെങ്കിൽ മോഷൻ ഗ്രാഫിക്സ് ആയിരിക്കും, പിന്നെ അടുത്ത വർക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ റഫ് കട്ട് ആയിരിക്കും, കോമ്പോസിഷൻ ആയിരിക്കും. അങ്ങനെ റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ റാപ്പിഡ്ലി പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്രയ്ക്കും ക്വിക്കാവും നമ്മൾ എന്നാണ് ഫസീബ് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഫസീബ് ഈ പോർട്ട്ഫോളിയോ ഹബിലൂടെ ഒരു പോർട്ട്ഫോളിയോ നേടി, അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഗ്യാദർ ചെയ്തല്ലേ? യെസ്. അപ്പോൾ ഇനി ഈ പോർട്ട്ഫോളിയോ ഒക്കെ വെച്ചിട്ട് ഒരു വിത്തിൻ 5 years ഫസീബിനെ തന്നെ എവിടെയാണ് കാണുന്നത്? എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് ഫസീബിനെ? ഞാൻ പുറത്തേക്കാണ് ആക്ച്വലി നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ പ്രശ്നമില്ല, പാക്കേജ് അനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പം പുറത്തേക്ക് പോവാം, അവിടെ നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടൊരു കരിയർ ബിൽഡ് ചെയ്യാന്നുള്ളതാണല്ലേ ഫസീബിൻ്റെ? എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ. അപ്പം വളരെ കുറച്ച് നാളും കൂടെ ഇപ്പോൾ പോർട്ട്ഫോളിയോ ഹബിലുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഇനി എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് നല്ലൊരു കരിയറിലേക്ക് ഫസീബിന് എത്തിച്ചേരാൻ പറ്റും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.